എനിക്കതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല എനിക്ക് ഓന് സങ്കടമാവോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് ബേസ് തൊട്ട് തുടങ്ങേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒട്ടും ഈസി അല്ല എന്ന് വെച്ചാൽ വീഡിയോട്ട പൈസ ഇല്ലേ എങ്ങനെ പറയാട്ടോ, നിനക്കൊക്കെ എന്താ വീഡിയോട്ട പൈസ ഇല്ല. ആക്ച്വലി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അല്ലൂട്ടൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അമ്മ മുറ്റടിച്ചാലിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മ മുറ്റടിച്ചാലി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒന്ന് മുറ്റം കഴുകി നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപേ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ആരോഗ്യം സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലും തുമ്പിയ കയ്യിൽ ഓടി കളിച്ച ജഗപൊക്കെ കളിയിലാണ് കേട്ടോ. നമ്മളെ വിറകൊക്കെ ആ മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ ഇപ്പോൾ വിറക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗേസ്. കാരണം ഗ്യാസിന് തീർന്നു കഴിഞ്ഞാൽ വിറക് അന്നമ്പൊക്കെ ചരണം. അപ്പോൾ അതാ ഞാൻ ഈ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അശ്വിനി വന്നിട്ടുണ്ട്. അശ്വിനി ആകെ സങ്കടത്തിലാണ് ഗേസ്. വേറൊന്നുമല്ല, ഓളെ കോളേജിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ്, അതായത് ഇനി കോളേജിലേ പോകണ്ട, ഫുള്ള് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കുട്ടി. അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. ഓൾ ആ സങ്കടം പറയാൻ കേട്ടോ, ചേച്ചിയെ അങ്ങനെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കരയേനു അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓളെ മുഖം കണ്ടാൽ തന്നെ അറിയാം മൊത്തത്തിൽ കുട്ടി ശോകത്തിലാണ്. നമ്മളെ കയ്യിൽ ഇതാ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. അഗാരോന്റെ സുപ്രീം ഹൈ പ്രഷർ വാഷറാണ് കേട്ടോ. മൾട്ടിപർപ്പസ് ആണ് ഗൈസ് ഇവന്റെ മെയിൻ. അതായത് ഫ്ലോർ വാഷ് ചെയ്യാം, വാൾ വാഷ് ചെയ്യാം, വെഹിക്കിൾ വാഷ് ചെയ്യാം, തുടങ്ങിയിട്ട് ഒരുപാട് കറ പിടിച്ചിടക്കുന്ന എന്തും ഇവൻ കുട്ടപ്പനാക്കി തരും. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഇതിലിതാ ഈ കാണുന്ന പോലെ ഓണും ഓഫും ബട്ടൺ ഉണ്ട് കേട്ടോ. ഇതാണ് ഇൻലെറ്റ് ഓസ്. ഇത് 3 മീറ്റർ വരുന്നുണ്ട്. പിന്നെ 8 മീറ്റർ വരുന്ന ഔട്ട്ലെറ്റ് ഓസും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഒരറ്റം നമ്മൾ മെയിൻ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ഇന്നെ പോലെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഇൻലെറ്റ് കണക്ടർ. അതിന്റെ കൂടെ ഒരു ഇൻലെറ്റ് ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. അതിലേക്കാണ് ഇൻലെറ്റ് ഓസിന്റെ വൺ സൈഡ് കണക്ട് ചെയ്യേണ്ടത്. ഇത് മെയിൻ യൂണിറ്റിന്റെ വൺ സൈഡ്. അതർ സൈഡ് വന്നിട്ട് ഔട്ട്ലെറ്റ് സിസ്റ്റം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ മെയിൻ യൂണിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഇൻലെറ്റ് പോർഷനും മറ്റേ സൈഡിൽ ഔട്ട്ലെറ്റ് പോർഷനും. ഇനി ഇവനെ വെച്ചിട്ട് ഞാൻ ഈ വീട് അങ്ങോട്ട് ക്ലീൻ ചെയ്യും. ഒന്നുകിൽ ഈ വീട് ഞാൻ വെളുപ്പിക്കും ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഐറ്റംസും കൂടെ കുറച്ചുണ്ട് ആ ബോക്സിൽ. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇവനാണ് എക്സ്റ്റൻഷൻ റോഡ്. അതിൻ്റെ അറ്റത്ത് നമ്മൾ നോസിലും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് സ്പ്രേ ഗണ്ണിലാണ് കണക്ട് ചെയ്യുക. മൊത്തത്തിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ അത് ഇങ്ങനെയാവും. ഇതെന്താ കുന്തമോ എന്നുള്ള മട്ടിൽ ഞാൻ നോക്കുന്നത് കണ്ടില്ലേ. പക്ഷെ ഞാൻ തന്നെ ഇത് കണക്ട് ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ എനിക്കൊരു ഹെൽപ്പർ ഉണ്ട് കേട്ടോ. ആ ഹെൽപ്പറിനെ ഇതിൽ കാണിക്കരുതെന്ന് ആൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ആളെ ഞാൻ കാണിക്കുന്നില്ല. സർപ്രൈസ് അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനമില്ല, അതാണ് സ്പ്രേ ഗണ്ണ്. നോർമലി ഗണ്ണ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ പ്രഷർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യും വാട്ടർ. നമുക്കിനി ടാപ്പ് യൂസ് ചെയ്യേണ്ട, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഈ ബക്കറ്റ് ഫിൽറ്റർ യൂസ് ചെയ്യുകയും ചെയ്യാം. 350 ml ഫോം ബോട്ടിലും കൂടെ ഉണ്ട്. അതായത് നമുക്ക് കാർ വാഷ് ഒക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മുറ്റവും ചുമരും കാറും ഒക്കെ കഴുകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ ആരോഗ്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു മയത്തിലൊക്കെ ചെയ്യാനാണ് വിചാരിക്കണേ. 1800 വാട്ട് പവർ മോട്ടോറാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് വന്നിട്ട് 6.5 ലിറ്റർ പെർ മിനിറ്റ് ആണ്. 120 ബാർ മാക്സിമം പ്രഷറും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വിക്ക് വാഷിന് നമുക്ക് അത്രയും ഈസി ആയിരിക്കും. ആദ്യം നമ്മൾ കാറ് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോം ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഞങ്ങൾ പുറത്ത് പോയി വന്നതും കൂടി ആയതുകൊണ്ട് നല്ല പൊടിയുണ്ട്. റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടല്ലോ, പൊടിക്ക് ഇവിടെ ഒരു ക്ഷാമവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോം വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോം ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ കാർ വാഷർ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ നല്ല രസമുണ്ട് ഗൈസ്. സംഭവം നമുക്ക് ഉണ്ടല്ലോ മൊത്തത്തിൽ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് എല്ലാത്തിനും പാടെ ഈ ഒരു ഐറ്റം മതി കേട്ടോ. പിന്നെ 1 ഇയർ വാറൻറ്റി ഉണ്ട്. എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് നോക്കേണ്ടു. ഇത് ആമസോണിലും ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഈ വീഡിയോ കാണുമ്പോൾ കട്ടയും വൈശാഖേട്ടനൊക്കെ പറയും, ഓ പുതിയൊരു സാധനം കിട്ടിയോണ്ട് ഓള് കാറൊന്ന് കഴുകി തന്നല്ലോ എന്ന്. ഈ പരിപാടിക്കൊന്നും ഞാൻ ശരിക്കും പോകാറില്ല. പിന്നെ പുതിയ സാധനം കിട്ടിയോണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ. ആക്രാന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ആക്രാന്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഒരു ഇതായിരിക്കും പറയാം, ഓ ഫോളെന്നാലും അതൊക്കെ ചെയ്തല്ലോ, ഓ ആദ്യമായിട്ടൊക്കെ കാക്ക മാലിന്ന് പറക്കുന്ന കേൾക്കും ഡയലോഗ് അടിക്കുക, എനിക്കറിയാം. എന്തായാലും നമ്മളെ കാറ് കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റം കിടക്കുന്ന കിടപ്പ് കണ്ട, അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ക്ലീൻ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നല്ല ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ മുറ്റത്തിൻ്റെ ചുമരും മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചായിട്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചുമരൊക്കെ ഞാനിങ്ങനെ പിടിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട്, കാരണം എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങളെക്കൊണ്ടൊക്കെ ഈസി ആയിട്ട് പറ്റും. അമ്മ ആദ്യമേ പറഞ്ഞിട്ട് ആ വിറകിൻ്റെ മുകളിൽ അങ്ങനെ വെള്ളമാക്കി അപ്പം ഞാൻ ശരിയാക്കി തരണം. കാരണം വിറക് മുഖ്യം ബിഗിലേ, ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വിറകല്ലേ ഉണ്ടാവുള്ളൂ. സംഭവം നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പ്രഷറുണ്ട്. പിന്നെ അതുപോലെ വീട്ടിൽ ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുപോലെയല്ല, ഇതിൻ്റെ മെയിൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ, എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇത് കുറച്ച് നമുക്ക്
കുറച്ചുകൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് ഈസിയാണ്. ആസ് യൂഷ്വൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ആദ്യം കാണിക്കുന്ന ആക്രാന്തേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ വിളിക്കും എന്നുള്ളത് ഉറപ്പാണ്. തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയെ വരൂ, ബാക്കി അമ്മയും കൂടെ നോക്കുമെന്നായിരിക്കും. അല്ലും തുമ്പി കാര്യമായിട്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് വയ്യാലെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് എപ്പോഴാണ് കയ്യിൽ കിട്ടുക നോക്കി നടക്കാം. പക്ഷേ എനിക്ക് ഓരോരുത്തർ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ കയ്യിലൊന്നും കൊടുക്കാറില്ല. കുട്ടികളെ കയ്യിൽ നിന്ന് കഴിയുന്നതും വിട്ട് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് ഏട്ടൻ അയച്ചു കൊടുക്കട്ടെ. കാരണം എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ബുദ്ധി ഇല്ലാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഏട്ടൻ. അതായത് സത്യം പറയുകയാണെങ്കിൽ ഒരു മെഷീൻ ഫിറ്റ് ആക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധി പിന്നോട്ടാണ് എനിക്ക് കേട്ടോ. അയക്കാര്യത്തിലൊക്കെ ഏട്ടനോ കട്ടയോ അല്ലെ അപ്പുവോ അങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഓരാണ് ചെയ്തു തരാറ്. പക്ഷേ ഇത്തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. ഹെൽപ്പർ പ്രത്യേകം പറഞ്ഞു ഇന്നെ കാണിക്കുക, ഇതിനെ കാണിച്ചാൽ പിന്നെ ഒന്നും സഹായിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല, മറഞ്ഞിരിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളിതാ ആ സൈഡിൽ കുറച്ച് നോക്കി, ഈ സൈഡിൽ കുറച്ച് നോക്കിയൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ നന്നായിട്ടുണ്ടല്ലോ, ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വഴിയെ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്യും ഗൈസ്. കണ്ടോ, ആ നോസിലിൻ്റെ ഏരിയ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത് പല മോഡിലാക്കാം ആൻഡ് പല പ്രഷറിലാക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഹൈ പ്രഷറിൽ നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇതുപോലെ അങ്ങനെ പരത്തി എടുത്താൽ കഴിഞ്ഞാൽ ആ ചളിയൊക്കെ അങ്ങോട്ട് നീങ്ങി അങ്ങ് പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത കളി ഇതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കാലും മേലൊക്കെ വേനയാകുമ്പോൾ ഞാൻ പോയി പറയാം എനിക്ക് വയ്യ, ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും. എങ്ങനെയുണ്ട് എൻ്റെ സ്വഭാവം? നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? എല്ലാം എനിക്ക് ചെയ്യണം, എല്ലാം എനിക്കിങ്ങനെ ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ കെട്ടിയോട് നന്നായിട്ട് അറിയാം കേട്ടോ. രാത്രി ആകുമ്പോൾ വിളിക്കുമ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്നും ഉണ്ടാവും എന്തെങ്കിലും പറയാം. ഒരു ദിവസം അല്ലുവിൻ്റെ കുറ്റാണെങ്കിൽ ഒരു ദിവസം തുമ്പീൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് അത് ചെയ്തു എനിക്ക് തീരെ വയ്യ, പിന്നെ ഞാൻ ഒന്ന് പർച്ചേസിങ്ങിന് പോയി. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുക. എന്നിട്ട് പറയും ഞാൻ പർച്ചേസിങ്ങിന് പോയി, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് സുഖേനോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ എണ്ണിപ്പെറുക്കി എൻ്റെ കെട്ടിനടുത്ത് പറയിലേക്ക് യാതൊരു വിധ സമാധാനം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? ആണെങ്കിലൊന്ന് പറയണം കേട്ടോ, എനിക്കൊരു സമാധാനത്തിലാണ്. ഞാൻ കണ്ടവരൊക്കെ അങ്ങനെ തന്നെയാണ്, എന്നാലും ഞാൻ അങ്ങനെയാണ് ഗൈസ്. അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങനെ പൈസയൊക്കെ ചിലവാക്കും പുറത്തൊക്കെ പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം, അയ്യോ ഇത്രയും പൈസയൊക്കെ ചിലവാക്കണ്ടില്ലേനു, അങ്ങനെയൊക്കെ. എല്ലാം ചെയ്യും എന്നിട്ട് കുറ്റം മൊത്തം കെട്ടിവരും എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചളി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. അതുകൊണ്ട് ഞാൻ ആ ക്ലീൻ ചെയ്ത പോർഷൻസും അപ്പുറത്തെ പോർഷൻ നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. അല്ലുട്ടനാണ് ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓൻ്റെ കയ്യും കാലൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. കാരണം ഓനാടുണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ അറിയണമല്ലോ. എൻ്റെ അല്ലുവിൻ്റെ ഒന്നും സ്വഭാവമല്ല തുമ്പിക്ക് കുളിക്കാൻ വല്ലാത്തൊരു തരം ആക്രാന്തമുള്ള കുട്ടിയാണ്. ഒരു ദിവസം 2-3 നേരമൊക്കെ കുളിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്ന് നോക്കുകയാണ് നനയോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടിക്ക് ഇത് കുളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കുട്ടി നിൽക്കുന്നത്. കണ്ടോ മക്കളെ, എന്തോരം ചളിയാണല്ലേ. പക്ഷെ എന്താ ചെയ്യുക, ഇതാ കൂടെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഞാൻ സൈഡാവും. അതുകൊണ്ട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണമാകുമ്പോൾ ഞാൻ പറയും ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരും, ഒരിച്ചിരി ചായ തരും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടാണ് ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചുമര് ക്ലീൻ ചെയ്യാൻ നല്ലോണം പൂപ്പൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പണിയുണ്ട്, എന്നാലും ഇത് വേഗം പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് അത്യാവശ്യം നല്ല പ്രഷറിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പോകുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയയും ക്ലീൻ ചെയ്യാത്ത ഏരിയ തമ്മിൽ എന്തോരം ഡിഫറൻറ്റ്. കിട്ടണ ആക്കത്തിന് കുറച്ച് ഓരയൊന്നും നനയ്ക്കാമെന്ന് ശ്രമിച്ച് നോക്കിയതാണ്. ഓളും വന്ന് ഞെട്ടി, എന്താ ഇപ്പോൾ ചേച്ചിക്ക് പറ്റിയ, ചേച്ചി ഭയങ്കര പണിയിലാണല്ലോ എന്നാണ് കുട്ടി ആലോചിക്കുന്നത്. അല്ലുട്ടൻ്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ ഇപ്പോൾ അല്ലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, എനിക്ക് പലതും ചെയ്യാൻ. ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് പലതും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇന്ത്യയിൽ അങ്ങോട്ട് ഒതുങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ല. ഞാൻ ചെറിയൊരു ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇപ്പം തന്നെ ഞാൻ തട്ടിക്കൂട്ടിയിട്ട് അല്ലുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു പെർച്ചേസിന് വേണ്ടി പോയ ഒരു വ്ളോഗ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു പോയ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാണ്ട് തിരിച്ചു പോന്നു. ശരിക്കും വേണമെങ്കിൽ എനിക്ക് തിരിച്ചു വരുമ്പോഴും പല ഷോപ്പുകളും കണ്ടപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നോക്കായിരുന്നു. പക്ഷേ ഹെൽത്ത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. അല്ലുവിന് ഞാൻ ഷൂ വാങ്ങിച്ചു കൊടുക്കണം, വാച്ച് വാങ്ങിച്ചു കൊടുക്കണം, ഡ്രസ്സ്, ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പോയതാണെങ്കിൽ കൂടിയും എനിക്കതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല എനിക്ക് ഓന് സങ്കടമാവുമോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷനാണ്. പക്ഷേ അല്ലു ഒരുപാട് കാര്യങ്ങൾ
മനസ്സിലാക്കിയിട്ട് നമ്മളെ മനസ്സിലാക്കുന്നൊരു കുട്ടിയാണ്. ഒരു 5-6 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ചിലപ്പോൾ തുമ്പി അങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഒക്കെ അത്ര പ്രായമായിട്ടുള്ളൂ. പക്ഷേ അല്ലോ എൻ്റെ പ്രായത്തിൽ കൂടുതൽ മെച്യൂരിറ്റി കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ചില സമയമൊക്കെ ഓന് സങ്കടമാവും, പക്ഷെ ഓന് സങ്കടം ഉണ്ടെങ്കിൽ ഓൻ തുറന്ന് പറയില്ല. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. വാച്ചും ഷൂ ഒക്കെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഒരു ഡ്രസ്സ് എൻ്റെ വകയും പിന്നെ റീനമ്മയുടെ വകയും ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. കട്ടനും കല്യാണിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ സർപ്രൈസാണ്, ഞാൻ ഓനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് അവന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ഞാൻ മാക്സിമം ആഗ്രഹം എന്നല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നൊരു കാര്യം, അവരുടെ അച്ഛൻ നാട്ടിലില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം മാക്സിമം അറിയിക്കാണ്ട് വളർത്തണമെന്ന് ഞാൻ നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്കറിയാം ഒരു അച്ഛന് പകരം ഒരു അമ്മയ്ക്കാവാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്നാലും എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് അവർക്ക് തോന്നും. പല കാര്യങ്ങളിലും മാക്സിമം അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഈ അവസ്ഥയിലാണെങ്കിൽ കൂടിയും വൈശാട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 മക്കളും, അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ, അതിൻ്റെ കൂടെ എന്നുവെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്ന് പറയുന്ന രീതിക്ക് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കാറും എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ ഏൺ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഏട്ടനെ നാട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റിൽ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഞങ്ങൾ ഇപ്പോഴും ഒന്നും എവിടെയും സെറ്റായിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിലും ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കുന്ന തൊട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് ബേസ് തൊട്ട് തുടങ്ങേണ്ട ആൾക്കാരാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരു രൂപയ്ക്ക് എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക എന്നുള്ളത്. അതെനിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഞാൻ എൻ്റെ അമ്മയുടെ മോളായതുകൊണ്ടായിരിക്കണം. അമ്മ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കണ്ട നാളോട്ട്, എനിക്ക് ഓർമ്മ വെച്ച നാളോട്ടിട്ട് അമ്മ സെൽഫായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണ്. എന്ന് വെച്ചാൽ സ്വന്തമായി ജോലി ചെയ്ത് അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു നേച്ചറാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 മാസം ഞാൻ ഏട്ടൻ നാട്ടിൽ ലീവിലുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എങ്ങനെയെങ്കിലൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു ഏർണിങ്സ് ഉണ്ടാക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ ഏട്ടൻ എത്ര രൂപ 20 രൂപ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ബട്ട് ഏട്ടനും ഞാനും കൂടിയാണ് പല കാര്യങ്ങളും മാനേജ് ചെയ്യാറ്. ഇപ്പോൾ ഏട്ടനാണ് ഞങ്ങൾക്കൊരു, ഇപ്പം ഞാനൊരു സേവിങ്സിൻ്റെ സെക്ഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഏട്ടനപ്പം ചെലവിൻ്റെ സെക്ഷൻ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 പേരും ഈക്വലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും പിന്നോട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഏതൊരു കണ്ടീഷനിലാണെങ്കിലും ഞാൻ ഇരുന്ന് എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. എൻ്റെ യൂട്യൂബ് ചാനലും ഇതൊക്കെ ഞാൻ മുന്നോട്ട് റൺ ചെയ്യിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒട്ടും ഈസി അല്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നല്ല എഫേർട്ട് ഇടണം. അപ്പോൾ എല്ലാവരും തമാശയ്ക്കാണെങ്കിലും പറയും വീഡിയോ ഇട്ടാൽ പൈസയില്ലേ, എങ്ങനെയാണ് പറയാട്ടോ, നിനക്കൊക്കെ എന്താ വീഡിയോ ഇട്ടാൽ പൈസയില്ലേ. ആക്ച്വലി വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്ത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതിൻ്റെ പിന്നാലെ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രൊമോഷൻസ് എടുക്കുമ്പോൾ അതിൽ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഡീൽ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ പ്രഗ്നൻസി. അപ്പോൾ എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് കുറച്ച് കുമ്പ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടണം. പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. 2 മക്കൾ, അല്ലുട്ടൻ്റെ എക്സാം, ഇതൊക്കെ മാനേജ് ചെയ്യണ്ടേ. കൂട്ടത്ത് കെട്ടിയൊന്നും നാട്ടിലില്ല. ഇനി ഒന്നും ഇവിടെ നിന്ന് ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി നിൽക്കാനും പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. സോ മൊത്തത്തിൽ ഞാനുണ്ടല്ലോ അങ്ങനെ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഒരു ഫീലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ട്. അല്ലുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും മൊത്തത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ഈവൻ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ കൂടി എനിക്ക് പറ്റിയില്ല. ഞാൻ എല്ലാ ബർത്ത്ഡേക്ക് മുമ്പേ അല്ലുട്ടന് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഒരു ഫോട്ടോഷൂട്ട് എൻ്റെ വകയാണെങ്കിൽ പോലും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ഗൈസ്. ബട്ട് സാരല്ല, അല്ലുട്ടൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് അല്ലു, അമ്മ അങ്ങനെ ചെയ്തു തരാട്ടോ, ഇനി അടുത്ത് ചെയ്തു തരാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മയെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു, എനിക്ക് വാങ്ങിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ഒരു മോനെ കിട്ടിയോണ്ട് ഭാഗ്യം. എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് അവൻ്റെ കാര്യത്തിൽ സങ്കടം വരും. കാരണം വൈശാഖേട്ടൻ്റെയും കട്ടേൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ഇവിടെ വരുന്ന സമയത്തേ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ന് ബൈക്കിൽ ആ പാലം വരെ കൊണ്ടുവരുമോ, അപ്പുറത്ത് പീടി വരെ കൊണ്ടുവരുമോ എന്ന്. സോ അവൻ്റെ ഉള്ളിൽ അത്രയും ആഗ്രഹം ഉണ്ടാവും അവൻ്റെ അച്ഛൻ്റെ കൂടെ ബൈക്കിലൊക്കെ അങ്ങനെ പോകാനും ബാക്കിയുള്ള കുട്ടികളൊക്കെ പോകുന്ന
പോലെ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പ്രവാസികൾക്കും അല്ലെ പട്ടാളക്കാരെ മക്കൾക്കും അല്ലെ അവരുടെ വൈഫിനും ഒക്കെ കൂടുതൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷനിൽ ഇരിക്കുന്ന ആർക്കാണെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാനൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന് മുന്നേ പറഞ്ഞത് പട്ടാളക്കാരനെയും ഗൾഫുകാരനെയും കെട്ടൂല എന്നാണ് പറഞ്ഞത്. അവസാനിക്കാൻ അവനെ തന്നെ പോയി കെട്ടി. അപ്പം അല്ലുവിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നും, അയ്യോ ഏട്ടനോട് ഉണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നത് എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, ഏട്ടനെ സപ്പോർട്ട് ചെയ്യാനും ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതും. കാരണം ഞങ്ങളുടെ നല്ല പ്രായമാണ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കുറച്ച് ബുദ്ധിമുട്ടിയാലും നാട്ടിൽ നിൽക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ബേസ് തൊട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ ഞങ്ങളിപ്പം അത്രയ്ക്കും ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ മുന്നോട്ട് പോകണത് എല്ലാ പ്രവാസികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് നേട്ടം അങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എഫേർട്ട് ഇടുന്നത്. ബൈ ദ വേ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ നാളെ ചെറിയ രീതിക്ക് ഒരു ആഘോഷം, അതായത് ഉച്ചയ്ക്ക് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കുന്നു. കാരണം പെരുന്നാളാണ്, ഇവിടെ അടുത്തൊക്കെ ഞങ്ങൾക്ക് ഫുഡ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ കുറേ ഒന്നും ഇതാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. പിന്നെ വൈകിട്ടൊരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങും. അപ്പോൾ കുഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ഡെക്കറേഷനും. ഇതൊക്കെയാണ് ഇപ്പം മനസ്സിലുള്ളതും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം എന്ന് ആഗ്രഹം. എന്താവോ എന്തോ, നമുക്ക് എന്തായാലും കാണാം. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ബർത്ത്ഡേ വ്ളോഗിൽ, എന്തൊക്കെയാണ് നമ്മളെ ബർത്ത്ഡേൻ്റെ സെറ്റപ്പ് എന്നുള്ളത് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും see you, bye.